ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ വണ്ടിയുടെ ഒരു റിവ്യൂ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറക്കിയിട്ട് ഒരു 1000 മേലെ കിലോമീറ്റേഴ്സ് ഓടി, ഇപ്പോൾ ഒരു 1200 ആയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു റിവ്യൂ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന്. ഞങ്ങൾ വളരെ ടെൻഷൻ അടിച്ചാണ് ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്തത്. കാരണം എന്താണ്, ഇതിനെപ്പറ്റി ജിമ്മിയെ പറ്റി ഓൾറൗണ്ട് ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടായിരുന്നു നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടിയത്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജിമ്മി ഒരു ഓഫ് റോഡ് വണ്ടി, അതുകൊണ്ടാണ് നമ്മൾ ജിമ്മി പ്രിഫർ ചെയ്തത്. അപ്പോൾ ഭയങ്കര ടെൻഷനിലാണ് ഞങ്ങൾ പോയിട്ട് വന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ വണ്ടി ഇറക്കിയ സമയത്ത് നമുക്ക് 8 മൈലേജ് കാണിച്ചത്. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, അയ്യോ 8 ഉള്ളോ, അധികം മൈലേജ് കിട്ടത്തില്ല എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹൈവേ കൂടെയാണ് ട്രാവൽ ചെയ്ത് പോയത്. അപ്പോൾ ട്രാവൽ ചെയ്ത് പോയതിൻ്റെ ഇതിൽ നമുക്ക് ഏകദേശം 15.9 വരെ നമുക്ക് മൈലേജ് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്ത ഉടനെ ടയർ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ കമ്പനി ടയർ അല്ല, കുറച്ചൊരു വലിയ ടയർ ആയിട്ട് പോലും ഞങ്ങൾക്ക് അത്രയും മൈലേജ് കിട്ടി. അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയതാണ്. പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ വണ്ടി ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്ത് കയറുമ്പോൾ ഭയങ്കര കംഫോർട്ടാണ്. നമ്മൾ ഇത്രയും ഇങ്ങനെ ചെറിയ വണ്ടിയിലാണ് ട്രാവൽ ചെയ്യണമെന്ന് നമുക്ക് അകത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. കംഫോർട്ടാണെങ്കിലും ഭയങ്കര സുഖമാണ്. നമുക്ക് കുറച്ച് നന്നായിട്ട് ബാക്കിലോട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാലൊക്കെ നീട്ടി തന്നെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഞങ്ങളുടെ വണ്ടിയുടെ പ്രൈസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത് താറിൻ്റെ 2 വീൽ ഡ്രൈവ് ഇറക്കാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ പോയി ബുക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 14,10,000 അത് 6 മാസം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സോ 6 മാസം വെയിറ്റിംഗ് ആയി പോയി പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് 15,20,000 അതിൻ്റെ റേറ്റ് കൂടിയെന്ന്. അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, അത് ഒരു 4 വീൽ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മുടെ മനസ്സിലോട്ട് ജിമ്മി വന്നത്, ഒരു 4 വീൽ ഡ്രൈവ് അല്ലേ എന്നുള്ള ചിന്തയില്ല. അങ്ങനെ വിളിച്ച് നമ്മൾ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കാണ് നെറ്റ് ഓൺ റോഡ് പ്രൈസിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപ അവർ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം ഒരു തണ്ടർ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ തണ്ടർ കിറ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 25,000 രൂപ റിഡക്ഷൻ വന്നായിരുന്നു. അത് കൂടാതെ തന്നെ വീണ്ടും നമുക്ക് ഒരു ഓഫറായിട്ട് ഒരു 20,000 വന്നു. അങ്ങനെ എക്സ്ട്രാ ഒരു 2,40,000 നമുക്ക് ഈ പ്രൈസിൽ കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ജിമ്മി എന്ന് പറയുന്നത് നമുക്ക് വർത്താണ്. കാരണം ഒരു ഓഫ് റോഡ് വണ്ടി നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇറക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 4 വീൽ ഡ്രൈവ് താറ് നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 19 ലക്ഷത്തിന് പുറത്താവും. അപ്പോൾ ഒരു മീഡിയം ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും ഒരു 4 വീൽ ഡ്രൈവ് ആണ് ഡ്രീമെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഷോർട്ട് ഡ്രൈവിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ജിമ്മിയാണ്. ഞങ്ങൾക്ക് അത്രയും നല്ല എക്സ്പീരിയൻസ് ആണ് അതിൽ പറയാനുള്ളത്. ഓവറോൾ റിവ്യൂ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മലയാളികൾക്ക് ഭയങ്കര മോശം റിവ്യൂ ആണ്. അതവർ ഉപയോഗിച്ച് അതിൻ്റെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതെന്തായാലും ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. പല ആൾക്കാർക്കും പല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 4 വീൽ ഡ്രൈവ് ഇറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജിമ്മി ഇറക്കാവുന്നതാണ്. വണ്ടി ഏകദേശം 1350 കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്തു. വണ്ടിക്ക് അതുവരെ ഒരു പ്രശ്നവും സംഭവിക്കാൻ പുതിയ വണ്ടിയല്ലേ. ഓഫ് റോഡ് ആയാലും ഓൺ റോഡ് ആയാലും ഒരു പ്രശ്നമില്ല. കിട്ടില്ല, സ്മൂത്ത് ആയിട്ട്. അച്ഛൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വണ്ടിക്ക് കൂടുതൽ നേരം ഉറക്കാണ്, എനിക്ക് പിറകിൽ കിടക്കാനും ഫ്രണ്ടിൽ കിടക്കാനും സൗകര്യം. 2 വട്ടം സീറ്റിൽ നിന്ന് തറയൊന്ന് വീണ. അത് വണ്ടി ഒരു കട്ടർ കയറി ഇറങ്ങിയപ്പം ഇങ്ങനെ വണ്ടിയിൽ കോ ഡ്രൈവറായിട്ട് കയറി ഇരിക്കാന്ന് പറഞ്ഞാൽ വണ്ടി കയറിയ സമയത്ത് ഒരു ഉറക്കമാണ്. ഫ്രണ്ടിൽ ഞാൻ ഇവിടെ വലിച്ചിട്ട് ഇങ്ങനെ ചാരിയ കുറേ അങ്ങ് താഴെ പോകും. അമ്മയുടെ കാലിൽ നമ്മളീ പറയുന്ന നമ്മുടെ പണ്ടത്തെ ആ ജീപ്പിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം സാധാ AC, സാധാ സീറ്റ് എല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി സ്വർഗമാണല്ലേ, സ്വർഗം. കാടാണ്. അത് റബ്ബർ തോട്ടമല്ലേ?
ഓക്കെ. ഇവിടെയൊക്കെ കാടാണ്, ചുറ്റും കാടാണ്. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? തെന്മല. നമ്മൾ നിൽക്കുന്നത് തെന്മലയിലെ ഒരു തടി ഡിപ്പോയിലാണ്. ഇപ്പൊ ചുറ്റും കിടക്കുന്നതെല്ലാം തടിയാണ്. ഞാൻ രാവിലെ എന്നെ വിളിക്കാതെ ഫുഡ് അടിക്കാൻ പോയത്. എന്നിട്ട് എനിക്ക് 2 വടയും പരിപ്പും 2 വടയും ചമ്മന്തി. ചമ്മന്തി വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ഐസ്ക്രീം ഇതൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വണ്ടിയുടെ സൈസ് ചെറുതാണെന്ന് തോന്നിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് വണ്ടിയുടെ ടയറുകളാണ് കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള. അപ്പോൾ നമ്മൾ ആ കമ്പനി ടയറൊന്ന് ചേഞ്ച് ചെയ്ത് പുതിയ ടയർ മാറ്റിയപ്പോൾ തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് അവർ കമ്പനി ഇങ്ങനെ ഹൈവേ ടയർ ഇട്ട് ഇറക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞൂടാ. വണ്ടി 5 ഡോർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പല കാര്യങ്ങളിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇപ്പോൾ ഒരു ഹൈ റേഞ്ച് യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകട സാഹചര്യം വന്നാലും ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമാണ്. പെട്രോൾ അടിക്കാൻ വിശാലമായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ ജിമ്നി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മുടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലും അതുപോലെയുള്ള ബ്ലോക്ക് നിറഞ്ഞ റോഡുകളും വരുമ്പോഴത്തേക്ക് കംഫർട്ടിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മൈലേജ് നമുക്ക് 11 10 ഒക്കെ ആണ് മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പെട്രോൾ അടിക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമാണ് ഇത് സിറ്റി റൈഡിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ വണ്ടി. അല്ലാതെ നമ്മളെപ്പോലെ മൈലേജ് എത്ര കിട്ടും എന്ന് പറഞ്ഞ് നോക്കി വണ്ടി ഓടിക്കുന്നവർക്ക് സിറ്റി റൈഡ് ഭയങ്കര മോശമായിരിക്കും ജിമ്നി. വണ്ടിയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ലിങ്ക് റിജിഡ് ആക്സിൽ സസ്പെൻഷൻ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുഴിയിലൊക്കെ വീഴുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫീലേ നമുക്ക് തോന്നാറില്ല. ജിമ്നി ഒരു 5 സീറ്റ് വണ്ടിയാണെങ്കിലും മുതിർന്ന 3 പേർക്ക് പുറകിലിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ലോങ് ഡ്രൈവൊക്കെ വരുന്ന സമയത്ത് 4 പേർക്ക് പക്ക കംഫോർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രൈവുകളിൽ ഇതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ജിമ്മിനെ കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ സൈസ് വെച്ചിട്ട് തന്നെയാണ്. മിക്കവാറും താറ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ സൈസ് വെച്ചിട്ടല്ല ഒരു വണ്ടിയെ കമ്പയർ ചെയ്യേണ്ടത്. എപ്പോഴും ഒരു വണ്ടി നോക്കുന്നത് നമ്മൾ അതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ടായിരിക്കണമെന്ന് നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. താറ് 2 വീൽ ഡ്രൈവ് ബുക്ക് ചെയ്യാൻ പോയ ഞങ്ങളാണ് അതിന് 6 മാസത്തെ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഓഫർ ജിമ്മിക്ക് ഉള്ളതുകൊണ്ട് ഇതിലോട്ട് ചാടിയത്. പക്ഷേ അതിൽ യാതൊരുവിധ ഇതും നമുക്കിപ്പോൾ തോന്നുന്നില്ല. 100% ഞങ്ങൾ കംഫർട്ടാണ് ഈ വണ്ടിയിൽ. വണ്ടിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഡ്രോബാക്കാണ് വണ്ടിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ടാങ്കിൻ്റെ 40 ലിറ്ററാണ് കപ്പാസിറ്റി. അപ്പോൾ ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ വണ്ടി ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോഡുകളിൽ എടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പമ്പൊന്നും കിട്ടണമെന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ടും ടൂറിസ്റ്റ് പ്ലേസ് ആണ് മണാലി ടു ലേ ലഡാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അത്രയും ഡിസ്റ്റൻസ് നമുക്ക് പോകണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പെട്രോൾ ക്യാരി ചെയ്തുകൊണ്ട് പോയാലേ പറ്റുള്ളൂ. അല്ലാതെ ഈ ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടി ജിമ്നിയുടെ സീറ്റ മാനുവലാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. 4 ഡോറും പവർ വിൻഡോയാണ്. അപ്പോൾ ബാക്കിലെ ഡോറിലാണെങ്കിൽ നമുക്ക് പാസഞ്ചേഴ്സിനും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പവർ വിൻഡോ. 7 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സിസ്റ്റം ഉണ്ട്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കിടിലാണ്. സ്റ്റിയറിങ്ങിൽ തന്നെ കോൾ അക്സെപ്റ്റ് ചെയ്യാനും എൻഡ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് മ്യൂസിക് കൺട്രോളും ഉണ്ട്. നമുക്ക് അകത്തിരുന്ന് മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഗ്ലാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിക്കിയിലാണെങ്കിൽ ചെറിയൊരു ചാർജിങ് സോക്കറ്റും അതുപോലെ ഒരു ലാമ്പും ഉണ്ട്. ഇതിൽ ഹിൽ അസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ഓഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ കിടന്നു കഴിഞ്ഞാലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ക്ലച്ച് ചവിട്ടി എടുക്കാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം പെട്രോൾ ലാഭിക്കാൻ പറ്റും. ഇത് ബാക്ക് വൈപ്പറും അതുപോലെ വാഷറും ഉണ്ട്. വണ്ടിയുടെ ഡിക്കിയുടെ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ തുറന്നു പോയി നിന്നോളൂ. നമ്മൾ പിടിച്ച് തുറന്നു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ റിവേഴ്സ് ക്യാമറയുണ്ട്, പക്ഷെ അത് ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ.
വണ്ടിയിൽ കിടില ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ചാർജ് കയറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ള പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.